ശ്രദ്ധിക്കുന്ന ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിന്റെ സ്തോത്രം. സുവിശേഷം ഈ കാലഘട്ടത്തിന് യോഗ്യമായ ഒരു സന്ദേശമാണ്. ദേശം, രാജ്യങ്ങൾ എല്ലാം സമാധാനം നഷ്ടപ്പെട്ട അനുഭവത്തിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് എന്തായിത്തീരും ഇന്ന് രാത്രി എന്തായിത്തീരും, നേരം പ്രഭാതമാകുമ്പോഴേക്കും എന്തായിത്തീരും എന്നുള്ള വലിയ ഭയത്തോടെ ലോകരാഷ്ട്രങ്ങൾ, ലോകത്തിൽ എല്ലായിടങ്ങളിലും മനുഷ്യർ വെമ്പൽ കൊള്ളുന്ന ഈ കാലഘട്ടം. അതുപോലെ തന്നെ നമ്മുടെ ദേശത്തും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഭവനങ്ങളിൽ സമാധാനമില്ലാതെ, കുടുംബങ്ങൾ സ്വസ്ഥതയില്ലാതെ, നമ്മുടെ യൗവന ജീവിതങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കാതെ അക്രമാസക്തമായ സ്വഭാവങ്ങളിലൂടെ യൗവന ജീവിതങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അവർ കുടുംബങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, സാമൂഹിക ജീവിതത്തിൽ വളരെ വിപത്തുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പോലീസ് അധികാരികൾക്കും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് യാതൊരു സമാധാനവും ഇല്ലാതെ ആർക്കും ആരെയും നിയന്ത്രിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു സന്ദേശമാണ് സുവിശേഷം എന്നുള്ളത്. ഇന്ന് രാത്രി ദേശത്തോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിന് ഹിതമായി തീർന്നതോർത്ത്, ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. രാത്രി ദൈവത്തിന്റെ വചനത്തിലൂടെ നാം ശ്രദ്ധിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ, മാനവജാതിയുടെ രക്ഷയ്ക്ക് എന്താണ് കാരണമായി തീർന്നിരിക്കുന്നത്, മുൻപേ കേട്ട വിപത്തുകൾ, അനിഷ്ട സംഭവങ്ങൾ, വ്യത്യസ്തമായ അതേ സ്തോത്രം എല്ലാവിധമായ തിന്മകളിൽ നിന്നും എങ്ങനെ വിടുതൽ പ്രാപിക്കുവാൻ മനുഷ്യന് കഴിയും, ഇവിടെ മനുഷ്യനെ നന്നാക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കുഴപ്പത്തിൽ വീഴുകയാണ്. നമ്മെ അടുത്ത കാലത്ത് കണ്ടു. അങ്ങനെ യാതൊരു നിലയിലും മനുഷ്യനെ നിയന്ത്രിക്കുവാൻ കഴിയാതെ, ആരുടെയും ആലോചനകൾക്കും കൗൺസിലുകൾക്കും ഒന്നും അത് വിധേയപ്പെടുവാൻ കഴിയാതെ ഈ തലമുറ ദുഷ്ടതയിലേക്ക്, അക്രമത്തിൽ നിന്ന് വീണ്ടും അക്രമത്തിലേക്ക് വഴുതിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ വിവിധമാകുന്ന ബോധവൽക്കരണ ക്ലാസുകൾ ഗവൺമെന്റ് തലത്തിലും സാമൂഹിക സംഘടനകളുമെല്ലാം നടത്തിയിട്ടും യാതൊരു വിധമായ വ്യതിയാനവും ഉണ്ടാകാതെ ഓരോ ദിവസവും അതിന്റെ ഉപയോഗം വർദ്ധിക്കുകയും, നാം കാണുന്നത് പോലെ ഓരോ ദിവസവും കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണ്. ഞാൻ ഓർപ്പിച്ചത്, ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, കുടുംബങ്ങൾക്ക് സമാധാനമില്ലാതിരിക്കുമ്പോൾ, വ്യക്തി ജീവിതങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ കഴിയും, നസ്രയനായ യേശുവിനെ ഞങ്ങൾ സ്വീകരിച്ചതുകൊണ്ട്, യേശു ക്രിസ്തുവിനെ ഞങ്ങൾ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട്, കർത്താവിന്റെ വചനം ഞങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട്, ഞങ്ങൾക്ക് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമാധാനത്തിലേക്ക്, ഈ യേശുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദവചനം വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ആരെങ്കിലും ഒരാൾ ആ വാക്യം വചനം സ്ഥിരമായിരിക്കുകയും ഓരോ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്, താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചും തന്നതുമായ
ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം പ്രസ്താവിക്കുന്ന ഈ രക്ഷയെ ഈ ദേശം ഏറ്റെടുക്കുവാൻ, ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവേ, ദേശത്തിന്റെ മുൻപിൽ ഞങ്ങൾ വായിച്ചു കേൾക്കപ്പെട്ട തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഞങ്ങൾക്കും ഈ ദേശത്തിനും ഞങ്ങൾ കേൾക്കുന്ന അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ നാഥാ നീ സഹായിക്കുമറിയണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് വിരോധമായി വരുന്ന സകല ദേശാധിപതി ശക്തികളെയും എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയും നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ചതിന്മേൽ ജയമെടുക്കുകയാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മുഖവുര കൂടാതെ പ്രൈസ് ദി ലോർഡ് വായിച്ച വേദവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ ഓരോ അധ്യായങ്ങളും പഠിക്കുമ്പോൾ കർത്താവായ യേശുവാണ് വലിയവൻ വലിയവൻ എന്ന് എബ്രായ ലേഖന കർത്താവ് സമർത്ഥിക്കുന്നതായിട്ട് ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. ഇവിടെ നാം വായിച്ച വേദവചനത്തിലെ ചിന്ത ഇത്ര വലിയ രക്ഷ എന്നുള്ളതാണ്. ഈ ദേശത്തോട് ഞങ്ങൾ രക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ചും രക്ഷയുടെ വിവിധ തലങ്ങളെയും എന്ന് രാത്രി പ്രസ്താവിക്കുവാൻ, നിങ്ങളോട് ആമേൻ ഇടപെടുവാൻ ദൈവത്തിന്റെ വചനം വായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുകയാണ് ഇത്ര വലിയ രക്ഷ. രക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതലാണ്. സകല മാനവജാതിയും ഒരുപോലെ പാപത്തിന് അധീനരായി പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് വിധിക്കപ്പെട്ട്, മരണം എന്ന് പറഞ്ഞാൽ ജഡികമായി ഇപ്പോൾ നമ്മുടെ ജഡശരീരത്തിൽ മരിക്കുന്ന ഈ മരണത്തെ കുറിച്ചല്ല പ്രത്യുത. നിത്യമരണം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശമ്പളമായ നിത്യമരണമായ നിത്യ നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ശിക്ഷയിൽ അകപ്പെട്ട് കിടക്കുന്ന സകല മാനവജാതിക്കും ആവശ്യമായിരിക്കുന്നത് ഒരു രക്ഷയാണ്. ആ രക്ഷയെ ഇന്ന് രാത്രി ഞങ്ങളിവിടെ പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, നിത്യ നരകത്തിൽ നിന്ന് ദേശം വിടുവിക്കപ്പെടുവാൻ, ഞങ്ങൾ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഇന്ന് പര്യാപ്തമായിരിക്കുന്നത് മറ്റൊരു മാർഗവുമല്ല. രക്ഷയ്ക്ക് കാരണമായിരിക്കുന്ന കർത്താവായ യേശുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. ആ രക്ഷയെ കുറിച്ച് പറയുകയാണ് ഇത്ര വലിയ രക്ഷ. എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്ര വലിയ രക്ഷയായി തീരാൻ കാരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വാക്യത്തിന്റെ രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. കർത്താവിന് സ്തോത്രം. ഈ രക്ഷയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേരല്ല, പെന്തിക്കോസ്തുകാർ എന്ന് പറയുന്ന കുറച്ചു പേരല്ല. ഈ രക്ഷയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് നസ്രയനായ യേശുവാണ്. അതുകൊണ്ട് രക്ഷയ്ക്ക് പ്രാധാന്യമുള്ളത്. ഞങ്ങൾ ആരെങ്കിലും പറയുന്നതാണെങ്കിൽ അതിനൊരു പ്രാധാന്യതയുമില്ല. മറിച്ച് അവൻ ലോക രക്ഷകനായിരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന നസ്രയനായ യേശുവാണ് രക്ഷയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നസ്രയനായ യേശു പട്ടണം തോറും ഗ്രാമം തോറും യേശു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവൻ വ്യാധിക്കാരെ സൗഖ്യമാക്കിക്കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ട് യേശു സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുവാനിടയായി. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട
നസ്രയനെ യേശു പറഞ്ഞു തുടങ്ങിയ രക്ഷയുടെ സന്ദേശമാണ് ഇന്ന് രാത്രി നിങ്ങളുടെ കർണപുടങ്ങളിൽ പതിയുന്നത്. ആ രക്ഷയുടെ സന്ദേശത്തെ ഏറ്റെടുക്കുവാൻ കർത്താവ് പറഞ്ഞു തുടങ്ങിയ ആ രക്ഷയുടെ സന്ദേശത്തെ നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങളുടെ ഭൂതങ്ങൾ വിട്ടോടുവാനിടയായി തീരും. നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമായി തീരുവാനിടയായി തീരും. അത് പട്ടണങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ സിനഗോഗുകളെന്നോ വ്യത്യാസം കൂടാതെ നസ്രയനായ യേശു സുവിശേഷം അറിയിക്കുവാനിടയായി. ഈ രക്ഷയുടെ സന്ദേശം യേശു കർത്താവ് പറഞ്ഞു തുടങ്ങുവാനിടയായി. അതുകൊണ്ട് ആ കാലഘട്ടത്തിലും എന്നും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് സുവിശേഷം എന്നുള്ളത്. ഇന്ന് രാത്രി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ സുവിശേഷത്തിന്റെ പദ്ധതിയിൽ, ഈ രക്ഷാപദ്ധതിയിൽ, ഈ രക്ഷാമാർഗത്തിന് മനുഷ്യന് യാതൊരു വിധമായ കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് രക്ഷിക്കാൻ ഇവിടെ ആരെ കൊണ്ടും കഴിയുകയില്ല. ഈ രാജ്യത്ത് നമുക്കറിയാം, ലോകത്തിൽ തന്നെ വിവിധ ഇടങ്ങളിൽ മനുഷ്യരുടെ ഇടയിൽ ആൾദൈവങ്ങളുണ്ട്. ആൾദൈവങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ പാപം ചെയ്യുന്ന, പാപത്തിന് അധീനനായ ഈ മർത്യ ശരീരത്തിന് അടിമകളായിരിക്കുന്ന, ഉടമകളായിരിക്കുന്ന ജീവിതങ്ങൾക്ക് പാപം കൂടാതെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് മോചനം നൽകുവാൻ ഇവിടെ മനുഷ്യർക്ക് ആർക്കും സാധ്യമല്ല. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ രക്ഷകനായിരിക്കുന്ന, വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന നസ്രയനായ യേശുവിന് മാത്രമേ മനുഷ്യനെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ, ശാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തിരുവചനം പറഞ്ഞു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. രാത്രി ആ രക്ഷകനായ യേശുവിനെയാണ് ഈ ദേശത്തിന്റെ നടുവിൽ ഞങ്ങൾ ഉയർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ രക്ഷയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ രക്ഷ ദൈവത്തിന്റെ ദാനമാണ് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഈ കാര്യത്തിൽ സ്തോത്രം ഒരു പങ്കുമുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. കർത്താവിന്റെ സ്തോത്രം. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ദാനമാണ് എന്ന് പറയുന്നത് കൊണ്ട് ഇതെന്താ വിലയില്ലാത്തൊരു സാധനമാണ്, വിലയില്ലാത്തൊരു കാര്യമാണ് എന്ന് ആരും ധരിക്കരുത്. ദാനമായി നൽകുന്നത് അത് ഏറ്റവും മഹത്വരമായതുകൊണ്ടും ഏറ്റവും വിലയുള്ളതായതുകൊണ്ടും മനുഷ്യൻ നിനക്കതിന് വിലയായി കൊടുക്കുവാൻ നിന്റെ കരത്തിൽ നീ സമ്പാദിച്ചതൊന്നും പര്യാപ്തമല്ല. നിന്നെ കൊണ്ടതിന് വില കൊടുക്കുവാൻ, ഈ രക്ഷയ്ക്ക് വില കൊടുക്കുവാൻ മാനവജാതിക്ക് സാധ്യമല്ല. ഒന്നും കൊടുത്ത് രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല. മറിച്ച് വിശ്വസിച്ചാൽ മാത്രം മതി. എന്താണ്? കർത്താവായ യേശുവിനെ മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. രക്ഷദാനമാണ് എന്ന് പറയുമ്പോൾ അത് വില കുറഞ്ഞതായിട്ടല്ല. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വില കൊടുക്കുവാൻ, അതിന് തക്ക വില കൊടുക്കുവാൻ, രക്ഷയ്ക്ക് തക്ക വില കൊടുക്കുവാൻ നമ്മുടെ കരങ്ങളിൽ ഒന്നുമേ ഇല്ല. അതിന്റെ വിലയെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ സ്തോത്രം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. പൊന്ന്, വെള്ളി മുതലായ വസ്തുക്കളെ കൊണ്ടല്ല. സ്വതന്ത്രം. യേശു ക്രിസ്തു എന്ന യേശു ക്രിസ്തുവിന്റെ നിർദോഷ രക്തം. വാക്യം വായിച്ചോട്ടെ. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് ഇവിടെ മനുഷ്യന്റെ പാപത്തെ മോചിക്കുവാൻ, പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ ഇവിടുത്തെ പൊന്നോ വെള്ളിയോ ഏതെങ്കിലും ദ്രവ്യം കൊടുത്ത മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവൻ
അവനെ വീണ്ടെടുക്കുവാൻ, അവനെ വിടുവിക്കുവാൻ സാധ്യമല്ല. ഈ രക്ഷദാനമെങ്കിലും അതിന് വിലയുണ്ട്. ആ വില കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപമില്ലാത്തവന്റെ പരിശുദ്ധന്റെ രക്തം മാനവജാതിക്ക് വേണ്ടി ഊറ്റിത്തരിയായി കാൽവരിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ പുണ്യാഹ രക്തം, ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്താലത്രേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായുള്ള വില നൽകുവാനിടയായി തീർന്നത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് രക്ഷദാനമെങ്കിലും മറ്റൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ നേർച്ച കാഴ്ചകളോ പുണ്യകർമ്മങ്ങളോ എന്തെങ്കിലും വഴിപാടുകളോ കൊണ്ടോ നിന്റെ പാപം മോചിക്കാമെന്ന് വ്യക്തി ജീവിതമേ ധരിക്കരുത്. കർമ്മ പദ്ധതിയാലൊന്നും പാപം മോചിക്കുവാൻ സാധ്യമല്ല. മറിച്ച് നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്നത് അവൻ നസ്രയായ യേശുവിന്റെ രക്തം നിമിത്തം മാത്രമേ വീണ്ടെടുപ്പും മോചനവുമുള്ള പാപത്തിൽ നിന്ന് വിടുതലുള്ളൂ. ആകയാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന രക്ഷയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്ന നസ്രയനായ യേശു അവൻ മാനവജാതിക്ക് വേണ്ടി തന്റെ അവൻ ചുടുനിണം ഊറ്റിക്കൊടുത്തു. അതുകൊണ്ട് ഇത് ഇത്ര വലിയ രക്ഷയാണ്. ഈ രക്ഷയെ നീ ഗണ്യമാക്കാതെ പോയാൽ എന്ന ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പൊ ഈ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അവൻ അതിന് വില നസ്രയനായ യേശു ഇന്ന് വരെ ജനിച്ചവർക്ക് വേണ്ടിയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഇനിയും വരും കാലത്തിൽ ജനിക്കുവാനിരിക്കുന്ന ലോകത്തിലുള്ള സകല മാനവജാതിയുടെയും പേർക്ക് നസ്രയനായ യേശുവിന്റെ രക്തം അവൻ മറുവിലയായി നൽകുവാനിടയായി തീർന്നിരിക്കുന്നു. രക്ഷദാനമെങ്കിലും തിരുവചനം ഓർപ്പിക്കുന്നു, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും. സ്വതന്ത്രം. എത്രയോ നാളുകൾ രക്ഷയുടെ സന്ദേശം കേട്ടു ഇന്ന് വരെ രക്ഷയ്ക്കായി കാക്ഷിച്ചിട്ടില്ല. ഇന്ന് വരെ ഹൃദയം അതിനുവേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് അവൻ വാതിൽ തുറന്നാൽ, ഹല്ലേലൂയ, വാതിൽ തുറക്കേണ്ടത് അവൻ വ്യക്തി ജീവിതമേ നിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. നിന്റെ ഹൃദയ കവാടത്തിൽ യേശു കർത്താവ് മുട്ടുന്നു. ഇന്ന് രാത്രി ഹൃദയ കവാടം ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി അവൻ നീ തുറന്നു കൊടുക്കുവാൻ തയ്യാറായാൽ, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും. യാതൊരു താല്പര്യവുമില്ല. കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ പോയാൽ ഒരിക്കലും രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. മറിച്ച് രക്ഷയ്ക്കായി ആഗ്രഹിക്കുന്നുവെന്ന്, എനിക്ക് താല്പര്യമുണ്ട്, ഞാനത് കാക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവസനിൽ ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുക്കുന്ന ഏതൊരു വ്യക്തിക്കും അതേ ക്ഷണത്തിൽ തന്നെ പാപമോചനം സാധിക്കുവാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന അതേ നിമിഷത്തിൽ സാധ്യമാണ്. അപ്പോൾ ഹൃദയത്തിന്റെ കവാടം തുറന്നു തരണം. തുറക്കുന്നില്ലെങ്കിൽ കർത്താവിന് പറയാനുള്ള ഒരു കാര്യം, നീ ശിക്ഷയ്ക്ക് അധീനനായി മാറും. നിത്യ ശിക്ഷാവിധിക്ക് നീ ശിക്ഷാവിധി ഏറ്റുവാങ്ങേണ്ടതായി വരും. അതുകൊണ്ട് രക്ഷിക്കപ്പെടണം, രക്ഷയ്ക്കായി കാക്ഷിക്കണം. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ അവൻ ഹൃദയം തുറന്നു കൊടുക്കുവാൻ, ഹൃദയ കവാടം തുറന്നു കൊടുക്കുവാൻ, വാതിൽ മുട്ടുന്ന കർത്താവിന് വേണ്ടി ഒന്ന് ഹൃദയം തുറന്നു കൊടുക്കുവാൻ, യേശുവേ നീ എന്നിലേക്ക് കടന്നു വരണമേ, എന്റെ ഹൃദയം ഞാൻ നിനക്കായി തുറക്കുന്നു. നീ എന്റെ രക്ഷകനായി എന്റെ പാപങ്ങളെ മോചിക്കുവാൻ, എന്റെ സകല ശാപങ്ങളെയും നീക്കുവാൻ, അല്ല അവയെ സ്തോത്രം പൈശാചിക ബന്ധനങ്ങളെ അഴിക്കുവാൻ, മാത്രമല്ല എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന നസ്രയനായ യേശുവേ, നിന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു എന്ന് പകൽക്കാലം സ്നേഹിത എന്നെ കേൾക്കുന്ന പ്രിയ ജീവിതമേ, നിന്റെ സമീപത്ത് തന്നെ യേശു കർത്താവ് നിൽക്കുകയാണ്. നിന്റെ ഹൃദയ കവാടത്തിൽ യേശു കർത്താവ് മുട്ടി വിളിക്കുകയാണ്. നിന്റെ പേരിൽ ഇതിനെ വിളിക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയ കവാടം തുറന്നു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നിനക്ക് വിടുവിക്കപ്പെടുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്
അതിനുള്ള ഇച്ഛ, അതിനുള്ള വികാരം, അതിനുള്ള താല്പര്യം എല്ലാം മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ജീവിതത്തിൽ കേൾക്കുമ്പോൾ അത് സാധ്യമാകുന്നില്ലെങ്കിൽ ദൈവവചനം ഒരു ഹല്ലേലൂയ തിരുവചനം ഓർപ്പിക്കുന്ന ലാസറിന്റെയും ധനവാന്റെയും കാര്യം സ്തോത്രം കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ ന്യായപ്രമാണത്തെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിലും ധനവാന് തന്റെ ജീവിത സൗകര്യങ്ങളിൽ, തന്റെ ആഡംബര ജീവിതങ്ങളിൽ സ്തോത്രം സമൂഹത്തിന്റെ വ്യക്തിത്വം നോക്കി ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ കഴിയാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാതെ, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ കഴിയാതെ, അവൻ പ്രവാചകന്മാരുടെ ദൂതുകളെ കേൾക്കുവാൻ, ചെവി കൊടുക്കുവാൻ കഴിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം സാമ്പത്തികം നോക്കി, സാമ്പത്തികം അനുസരിച്ച് ഒക്കെ ജീവിത നിലവാരം പുലർത്തിക്കൊണ്ടുവന്നു. എന്നാൽ തന്റെ പടിവാതിക്കൽ കിടന്ന സ്തോത്രം ലാസർ എന്ന വ്രണം നിറഞ്ഞ കുഷ്ഠരോഗി അവൻ കർത്താവിനെ അറിയുവാനിടയായി, യേശുവിന് വേണ്ടി ഒരു ജീവിതം സമർപ്പിക്കുവാനിടയായി, അവൻ പ്രമാണത്തിൽ വേണ്ടി നിൽക്കുവാനിടയായി. ഇന്നും നീ പ്രമാണം അറിഞ്ഞിട്ടും പ്രമാണം അറിയാത്തവരെ പോലെ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് പറയുന്ന കാര്യം വ്യക്തമായി കേൾക്കണം. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് വ്യക്തമായി തിരിച്ചറിയണം. എന്താണ്? ധനവാനും മരിച്ചു അടക്കപ്പെട്ടു, ലാസറും മരിച്ചു അടക്കപ്പെട്ടു. രണ്ടുപേർക്കും ഈ ജീവിതത്തിൽ മരണം ഒരുപോലെ സംഭവ്യമാണ്. ഇന്ന് നീ ദൂത ഏറ്റെടുത്താലും, ദൈവവചനത്തിന് കാത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരു ദിവസം നിന്റെ മരണം നിശ്ചയമാണ്. ലാസർ മരിച്ചു, ധനവാനും മരിച്ചു. ധനവാൻ മരിച്ചു യാതനാ സ്ഥലത്തേക്ക് പോയി. ആ യാതനാ സ്ഥലത്തെ കുറിച്ച് പറയുകയാണ്. ജ്വാല അവന് കരിച്ചു കളയുന്നില്ല, കത്തിച്ച് തീർക്കുന്നില്ല. പക്ഷേ ആ ജ്വാലയുടെ അനുഭവം, ഫീലിംഗ് ഉണ്ട്. എന്നാൽ തീരുന്നില്ല, കത്തി തീരുന്നില്ല. ദാഹമുണ്ട്, പരവേശമുണ്ട്. അന്യോന്യം ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒക്കെ ശരിയാണ്. അതുകൊണ്ട് അവൻ ലാസർ മരിച്ചു, അവൻ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക്, വിശ്രാമ സ്ഥലത്തേക്ക് അവൻ പോവുകയാണ്. രണ്ടും രണ്ട് തലങ്ങളിൽ കാണണം. ഇവിടെ പ്രമാണം അറിഞ്ഞിട്ടും അറിയാതെ നടന്നവൻ മരിച്ചു, അടക്കപ്പെട്ടു. അവൻ വലിയ ആഡംബരത്തോടെ അവന്റെ അടക്ക ശുശ്രൂഷയൊക്കെ നടന്നു. പക്ഷെ അവന്റെ ആത്മാവ് പോയത് യാതനാ സ്ഥലത്തേക്കാണ്. ഇവിടെ ഒന്നും സമ്പാദിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒരു ദരിദ്രനായി തീർന്നവനെങ്കിലും, കഷ്ടങ്ങൾ സഹിച്ചവനെങ്കിലും, രോഗബാധിതനായിരുന്നുവെങ്കിലും, ലാസർ മരിച്ചു, അവനും അടക്കപ്പെട്ടു. അവന്റെ ആത്മാവ് അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് വിശ്രാമത്തിനായി കടന്നുപോയി. എന്നെ കേൾക്കുന്ന ജീവിതമേ, രക്ഷാദാനമാണ്, രക്ഷ സൗജന്യമാണ്. ഒന്നും നീ വില കൊടുക്കണ്ട. അതിന്റെ വില കർത്താവ് വിലക്ക് വേണ്ടി നൽകി കഴിഞ്ഞിരിക്കുന്നു. വാതിൽ തുറന്നാൽ, ഹൃദയവാതിൽ തുറന്നാൽ കർത്താവ് നിന്റെ ഉള്ളിൽ പ്രവേശിക്കും. അവനാൽ ജീവിതത്തെ സമർപ്പിച്ച് പാപലോകത്തെ വിട്ട് അവൻ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ദൈവവചനത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, അവൻ വിശുദ്ധ കൂട്ടായ്മ ആചരിച്ചുകൊണ്ട്, അവൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് മുൻപോട്ട് പോയാൽ, നീ മരിച്ചാൽ, ഇന്ന് മരിച്ചാലും ഒന്നും ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിത്യമായ ഒരു വിശ്രാമത്തിലേക്ക് നിനക്ക് ചെന്നു ചേരുവാൻ കഴിയും. മറിച്ച് ഈ പ്രമാണത്തെ തള്ളിക്കളഞ്ഞാൽ ചെന്ന് ചേരുവാൻ പോകുന്നത് യാതനാ സ്ഥലത്തേക്കാണ്. വ്യക്തമായി അത് നാം തിരിച്ചറിയണം. അപ്പോൾ തുറക്കുന്ന ഹൃദയവാതിൽ തുറന്നാൽ നിത്യവിശ്രാമത്തിലേക്ക് നമ്മുടെ അന്ത്യം ചെന്നെത്തും. ഇല്ലെങ്കിൽ സ്തോത്രം ചെന്നെത്തുവാൻ പോകുന്നത് കർത്താവിന് സ്തോത്രം നിത്യനാശത്തിലേക്ക്, യാതനയിലേക്കാണ്. അത് നിത്യ നരകത്തിന്റെ അവസ്ഥയിലേക്ക് ചെന്നപ്പെടാതെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ ഇന്ന് രാത്രി ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം വചനം രേഖപ്പെടുത്തുന്നുണ്ട്. രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. കർത്താവിന് സ്തോത്രം. എന്താണ് അതിന്റെ പ്രാധാന്യത? മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിലെ
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു നടപടി സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. എന്നാൽ ഒരുവൻ പ്രൈസ് ദി ലോർഡ് രക്ഷ പ്രാപിച്ചു, കർത്താവിന് വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു, അവന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ച് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, എപ്പോൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുമോ, രക്ഷിക്കപ്പെടുമോ, അപ്പോൾ തന്നെ ആ വ്യക്തിയുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. തിരുവചനം ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു, ഒരു നാൾ ജീവന്റെ പുസ്തകം തുറക്കപ്പെടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇവിടുത്തെ എത്ര വലിയ ആളായിരുന്നാലും, എത്ര സമ്പന്നനായിരുന്നാലും, എത്ര വിദ്യാഭ്യാസമുള്ള ആളായിരുന്നാലും, ഏത് ഉന്നത കുലജാതനായിരുന്നാലും, എത്ര വലിയ സ്വതന്ത്ര കാര്യങ്ങൾ പുകഴ്ചയായി പറയാനുണ്ടെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. സ്തോത്രം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് രക്ഷയുടെ പ്രാധാന്യം ഇന്ന് രാത്രി വ്യക്തമായി മനസ്സിലാക്കി രക്ഷിക്കപ്പെടുവാൻ അവൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഒരിക്കൽ സ്തോത്രം, ഒരിക്കൽ ഈ പ്രകാശനം ലഭിച്ചിട്ട് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വ്യക്തമായി ബോധം ലഭിച്ചിട്ട് ഒരിക്കൽ കർത്താവിന് വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വിട്ട് നാശത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പിന്മാറ്റക്കാരനോട് യേശുവിനെ അറിഞ്ഞ് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ട് കുറെ കാലങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ധീരമായി നിന്നു. പിൽക്കാലത്ത് വിശ്വാസ ജീവിതം വിട്ട്, വിശുദ്ധ ജീവിതം വിട്ട്, കൂട്ടായ്മ വിട്ട് നീ പുറം ലോകത്തേക്ക് പോയെങ്കിൽ, വീണ്ടും പിശാചിന് അടിമയായി തീർന്നെങ്കിൽ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, പിന്മാറ്റ ഹൃദയമുള്ളവൻ മടങ്ങി വന്ന് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് കരഞ്ഞ് കർത്താവേ ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നിനക്ക് പിന്നെയും രക്ഷയുടെ അനുഭവത്തിൽ അതിന്റെ സന്തോഷത്തിൽ വന്നു ചേരുവാൻ കഴിയും. ദാവീദ് തന്റെ ലംഘനങ്ങളെ ദൈവത്തോട് അറിയിച്ചു. അപ്പോൾ അവന്റെ പാപത്തിന്റെ കുറ്റം അവൻ ദൈവം ക്ഷമിച്ചു. ഇന്ന് രാത്രി പിന്മാറ്റക്കാരായിട്ട് ആരെങ്കിലും ഈ ശബ്ദപരിധിയിലുണ്ടെങ്കിൽ നിന്റെ പാപ ജീവിതത്തിൽ നിന്ന്, അവൻ പിന്മാറ്റ ഹൃദയത്തിൽ നിന്ന് മടങ്ങി വന്ന് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലെങ്കിൽ നീയും യാതൊരു വ്യത്യാസവുമില്ലാതെ സ്തോത്രം ശിക്ഷിക്കപ്പെടുവാൻ യോഗ്യതയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ധനികനായിരുന്ന ഒരു യൗവനക്കാരൻ തന്റെ പിതാവിൽ നിന്ന് അവന്റെ അവകാശങ്ങളെല്ലാം ചോദിച്ചു വാങ്ങി അപ്പന്റെ ഭവനത്തിൽ നിന്ന് അവനിറങ്ങി യാത്രയായി. ലോകത്തിൽ സുഹൃത്തുക്കളുമായി തന്റെ ജീവിതം നയിച്ച് സമാധാനമില്ലാത്തവനായി, ഞാൻ ചുരുക്കത്തിൽ പറയുകയായി, എല്ലാം നഷ്ടപ്പെട്ടവനായി, അവന്റെ വസ്തുവകൾ, അവന്റെ സ്വത്ത്, അവന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. അവൻ കൂട്ടുകാരോടുകൂടി ജീവിച്ച് എല്ലാം നഷ്ടപ്പെട്ടു. ഭക്ഷണത്തിന് പോലും വകയില്ലാതെയായി ജോലിക്ക് വേണ്ടി ഓടി നടന്നു. അവന് ലഭിച്ചത് പന്നികള് തീറ്റുന്ന ജോലിയാണ്. ആ ജോലി അവൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു. അതിനുള്ളൊരു കാരണം പന്നിക്ക് കൊടുക്കുന്ന തീറ്റയും കൂടി അവനുകൂടെ ആസ്വദിക്കാം എന്നായിരുന്നു. അവസാനം അതുപോലും കിട്ടാനില്ല എന്ന് വന്ന് ഒരു ദിവസം അവനൊരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകും. എൻ്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു. ഞാനൊന്നുമില്ലാത്തവനായി, വസ്ത്രം ധരിക്കുവാൻ വേണ്ടവണ്ണമില്ലാതെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ,
ഒരു പട്ടിണിക്കോലമായി ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണം എന്നവൻ ഒരു ദിവസം ഇരുന്ന് ചിന്തിച്ചു. Praise the Lord. എന്നെ കേൾക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ യേശുവിൽ നിന്ന്, സ്വന്തം പിതാവിന്റെ അടുക്കൽ നിന്ന്, സ്വന്തം ഭവനത്തിൽ നിന്ന്, ദൈവിക ഭവനത്തിൽ നിന്ന് നീ ഇറങ്ങിപ്പോയ ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പിന്മാറ്റ ജീവിതത്തിൽ നിന്ന് ആ ധൂർത്തപുത്രൻ ഇരുന്ന് ചിന്തിച്ചു എന്ന് മാത്രമല്ല, അവൻ ആ ചിന്തയുടെ ഫലമായി അവനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഇനി എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. Praise the Lord. അവന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെന്നപ്പോൾ അവന്റെ പിതാവ് അവനെ കണ്ട്, ദൂരവേ കണ്ട് അവനെ നോക്കി. Praise the Lord. അവന്റെ വരവൊക്കെ കണ്ട് വേദനപ്പെട്ട് നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അവനെ കണ്ടപ്പോൾ തന്നെ ആ പിതാവ് അവനെ അടുക്കൽ ചെന്നപ്പോൾ പിതാവ് അവനെ ആലിംഗനം ചെയ്ത് അവന് വേണ്ടതെല്ലാം നൽകി കൊടുത്ത്, അവനെ ചെരിപ്പിടിപ്പിച്ച്, വലിയ വസ്ത്രങ്ങൾ കൊടുത്ത്, വലിയ ആർഭാടത്തോടെ അവനെ സ്വീകരിച്ച്, വലിയ വിരുന്നൊരുക്കി പ്രൈസലോട് സ്വന്തം ഭവനത്തിൽ അവനെ ചേർത്തുകൊള്ളുവാനിടയായി. ഇന്ന് രാത്രി നീ പാപത്തിന്റെ പടുകുഴിയിലേക്ക് അവൻ പതിച്ചുപോയെങ്കിൽ രാത്രി നിനക്ക് മടങ്ങി വരുവാനുള്ള ഒരവസരമുണ്ട്. പിതാവ് നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഒരു കർത്താവ്, നിനക്ക് വേണ്ടി പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ആ കർത്താവിലേക്ക് നീ മടങ്ങി വരുന്നെങ്കിൽ നിനക്ക് രക്ഷിക്കപ്പെടുവാൻ, നിനക്ക് രക്ഷ സ്വായത്തമാക്കുവാൻ ഇടയായി തീരും. അവന്റെ മുഖമെല്ലാം നീര് വെച്ചിരിക്കുകയാണ്. അവന്റെ ശരീരമാസകലം ചാട്ടവാറടുതാൽ ചീന്തപ്പെട്ട് ഹല്ലേലൂയ അവേ ഉഴവ് ചാല് കടന്നതുപോലെ യേശുവിന്റെ ശരീരം അടിക്കപ്പെടുവാനിടയായി, തകർക്കപ്പെടുവാനിടയായി. കൈകാലുകളിൽ ആണികൾ അടിച്ച് ഹല്ലേലൂയ അവൻ എന്നെ കേൾക്കുന്ന പ്രിയ ജീവിതമേ, നിനക്ക് വേണ്ടി ആ കാൽവരി ഉന്നതങ്ങളിൽ ഇതാ യേശു കർത്താവ് മൂന്നാടികളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ദൂരവേ റോഡിലൂടെ പോകുന്നവർ കാണുമ്പോൾ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി കിടക്കുന്ന, ചരിത്രകാരൻ പറയുന്നത് പോലെ സ്തോത്രം, ഇറച്ചിക്കടയിൽ കുളത്തിൽ മാംസപിണ്ഡം കിടക്കുന്നത് പോലെ ആളല്ല എന്ന് തോന്നുമാറ് ഒരു മാംസപിണ്ഡം മാത്രമായി കാൽവറി ക്രൂശിൽ യേശു കർത്താവ് കിടക്കുന്നു. എന്തിനു വേണ്ടി? അവൻ നിന്റെ ശിരസ് കൊണ്ട് നീ ചിന്തിച്ച് ചെയ്ത ഓരോ പാപങ്ങളുടെയും പ്രായശ്ചിത്തത്തിന് വേണ്ടി യേശുവിന്റെ ശിരസിൽ മുൾക്കിരീടമണിയുവാനിടയായി. Praise the Lord. നിന്റെ കൈകൾ കൊണ്ട്, കാലുകൾ കൊണ്ട്, കൈകൾ കൊണ്ട് നീ ചെയ്ത സകല പാപങ്ങളുടെയും പ്രായശ്ചിത്തത്തിനായി യേശു കർത്താവിന്റെ കാലുകളിൽ, യേശു കർത്താവിന്റെ കരങ്ങളിൽ ആണികൾ തറയ്ക്കപ്പെടുവാനിടയായി. കാലുകൾ കൊണ്ട് നീ നടന്നുപോയി ചെയ്തിട്ടുള്ള ഓരോ പാപങ്ങളുടെയും പ്രായശ്ചിത്തത്തിന് വേണ്ടി യേശു കർത്താവിന്റെ കാലുകളിൽ ആണികൾ തറയ്ക്കപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഒരു റോമൻ പടയാളി യേശു കർത്താവിന്റെ വിലാപ്പുറത്തേക്ക് കുത്തി അവന്റെ മാർവിട തുളയ്ക്കപ്പെടുവാനിടയായി. അവന്റെ ഹൃദയം പിളർന്ന് അവൻ ഹൃദയത്തിലുണ്ടായിരുന്ന രക്തവും വെള്ളവും തൂകുവാനിടയായി. എന്തിനാണ്? നിന്റെ ഹൃദയങ്ങളാൽ, നിന്റെ ഹൃദയം കൊണ്ട് നീ ചെയ്ത, ചിന്തിച്ച സകല പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി യേശു കർത്താവിന്റെ ഹൃദയം അവൻ നിനക്ക് വേണ്ടി പിളർക്കപ്പെടുവാനിടയായി. ഇന്ന് രാത്രി നിനക്ക് രക്ഷ നൽകുവാൻ, പാപത്തിൽ നിനക്ക് മോചനം നൽകുവാൻ, ശാപത്തിൽ നിന്നെ വിടുവിക്കുവാൻ, രോഗത്തിൽ നിനക്ക് സൗഖ്യം തരുവാൻ, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് കാൽവരിയിലേക്ക് നോക്കുന്ന ഏതൊരു ജീവിതമേ, നിന്റെ സൗഖ്യത്തിന് വേണ്ടി അവൻ കാൽവരിയിൽ സകല രോഗങ്ങളെയും വഹിച്ചു, സകല വേദനകളെയും അവൻ ചുമന്നഴിച്ചു നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ഇന്ന് രാത്രി യേശുവിന്റെ രക്തം, യേശുവിന്റെ മുറിപ്പാടുകൾ നീ നോക്കുന്നുവെങ്കിൽ യേശുവിന്റെ സൗഖ്യത്തിന് ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുന്നു. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യേശുവിന്റെ നാമത്താലുള്ള വിടുതൽ ഇന്ന് രാത്രിയോടെ വ്യാപരിക്കുകയാണ്. ഈ ശബ്ദ പരിധിയിൽ നിങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ജീവിതങ്ങളും ഒരു നിമിഷം കൂടി യേശു കർത്താവിലേക്ക്
നോക്കുക, കാൽവരിയിലേക്ക് നോക്കി നീ രക്ഷ പ്രാപിച്ച് ഒന്നും കൊടുക്കേണ്ട സൗജന്യമാണ് നിനക്ക് വേണ്ടി അവൻ രക്തം ഊറ്റുവാനിടയായി നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ ശാപങ്ങളിൽ വിടുവിക്കുവാൻ, നിനക്ക് സമാധാനം നൽകുവാൻ, നിനക്ക് സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ പേരായി എന്ന് നാം വായിക്കുകയാണ്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി തന്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പ്രിയ ജീവിതമേ നിന്നോടുള്ള സ്നേഹ നിമിത്തമാണ്. ആകയാൽ യേശുവിനെ നോക്കൂ, അവന്റെ കാൽവരി ക്രൂശിലേക്ക് ശ്രദ്ധിക്കൂ, യേശുവിനായി നിന്റെ ജീവിതത്തെ സമർപ്പിക്കൂ. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന സ്ഥലത്ത്, നിൽക്കുന്ന സ്ഥലത്ത് യേശു കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അവന് തൊട്ട് ബലപ്പെടുത്തുന്നവനാണ്, വിശ്വസിക്കൂ. ഈ വചനങ്ങളാൽ ദേശത്തെ രക്ഷിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ആശ്വാസത്തിന് കാരണമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഇതിനവസരമൊരുക്കുക അവൻ യോഗത്തിന്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാകട്ടെ.